അപ്പോൾ ഇതാ ഗൈസ് ഞാൻ ഷോപ്പിലാണ്. ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിന് പോകുന്നത്. ഷോപ്പിംഗ് എന്താണ്, പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോകും കേട്ടോ. ഞങ്ങൾ തിരൂർക്കാണ് പോകുന്നത്. കഴിഞ്ഞല്ല ഞങ്ങൾ പുത്തൻതാണിക്കല്ല പോയി, പുത്തൻതാണി, കനക, ബോംബെ അവിടെയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ തിരൂർക്ക് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഹസ്മിക്കുട്ടനുണ്ട്, ദർശു വന്നിട്ടുണ്ട് കേട്ടോ. ദർശു ഇതാ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ പോകട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ തിരൂരെത്തിയിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ, നല്ല തിരക്കാണ് കേട്ടോ ഇന്ന്. ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ വെള്ളിയാഴ്ച ചന്തയുള്ള ദിവസമല്ലേ തിരൂർ. അപ്പോൾ ആ തിരക്കുണ്ട്, പിന്നെ പെരുന്നാളിൻ്റെ ആ തിരക്കുണ്ട് കേട്ടോ. രണ്ടും കൂടിയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ ഹോൾസെയിൽ സാധനങ്ങൾ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ആ വിചാരിച്ചിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. ഞാനിപ്പോൾ ആദ്യമൊക്കെ വന്നിരുന്നു കേട്ടോ, കഴിഞ്ഞ കൊല്ലമൊക്കെ വന്നിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ടൊരു 8-9 മാസമായിട്ട് ഞാനങ്ങനെ വരാറില്ല. മറ്റേ ഞങ്ങൾ ആഴ്ചയിൽ വന്നിരുന്നു കേട്ടോ. അങ്ങനെതാ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി, വണ്ടിയൊക്കെ നിർത്തിയിടാൻ ആകെ കഷ്ടപ്പെട്ടിട്ടാണ്. നിർത്തിയിടാനൊന്നും സ്ഥലം, അത്രയും ജനങ്ങളാണ്. അല്ല എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി ഇനിയിപ്പോൾ അതാ ഷോപ്പിങ്ങിന് പോവുകയാണ്. അതേ അസ്മിക്കുട്ടൻ കാണുന്നതൊക്കെ വാങ്ങണം എന്ന് പറയട്ടോ. ഓന് ചെരുപ്പ് കണ്ടാൽ ചെരുപ്പ് വേണം, ഡ്രസ്സ് കണ്ടാൽ ഡ്രസ്സ് വേണം, ബെൽറ്റ് കണ്ടാൽ ബെൽറ്റ് വേണം. അങ്ങനെ എന്താ കാണുന്നതൊക്കെ വേണം. പക്ഷേ നമുക്കെല്ലാം വാങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമുക്ക് ഹോൾസെയിലായിട്ട് എന്തെങ്കിലും ലാഭത്തിൽ കിട്ടണത് വാങ്ങാമല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ, ഹോൾസെയിലേക്ക് വന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നും എനിക്കൊന്നും പറ്റിയില്ല, ഞാനൊന്നും വാങ്ങുകയും ചെയ്തില്ല, വെറുതെ കാശ് ചിലവാക്കണ്ടല്ലോ വിചാരിച്ച്. അങ്ങനെ പിന്നെ അസ്മിക്കുട്ടനിക്ക് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ 2 ഷർട്ട് എടുത്ത്, എൻ്റെ വക ഒരു ഷർട്ടും അർഷുവിൻ്റെ വക ഒരു ഷർട്ടും എടുത്ത് കൊടുത്തിട്ടോ. അങ്ങനെ പിന്നെ വീട്ടിലിടാൻ പറ്റിയ അർഷുവിന് തുണി ഉണ്ടല്ലോ, അതൊക്കെ ഇവിടുന്ന് എടുത്തത്. എന്താ വലിയ റേറ്റൊന്നുമില്ല. അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങൾ ഇനി വീട്ടിൽ പോകണം. പിന്നെ അതിൻ്റെ ഇടയിൽ അസ്മിക്ക് നല്ല ഷർട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഇവർക്ക് പള്ളികൾക്ക് പെരുന്നാൾക്കുള്ള ഷർട്ടും എടുത്തിട്ടില്ല, ഇനി അത് എടുക്കണം. അങ്ങനെ അത് കുറേ തിരഞ്ഞ് അതും കിട്ടിയില്ല കേട്ടോ. പിന്നെ നമുക്ക് നാളെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അസ്മി ഭയങ്കര കരച്ചിലായിരുന്നു. അവനക്ക് ഇപ്പം തന്നെ വേണം, ഇവിടുന്ന് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു കണ്ടോ. പക്ഷെ അതൊന്നും വാങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ പിന്നെ അവിടുന്ന് ഒരു 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ പോകുന്നു കേട്ടോ, വീട്ടിലെത്തി. അപ്പോൾ അതാ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് പസ്മിക്കുട്ട ഇട്ട ഡ്രസ്സ് കണ്ടോ, ഇതാണ് ഞങ്ങൾ തിരൂരിന്ന് വാങ്ങിയത്. എന്താ പറയണ്ടത് ഇഞ്ചി പറഞ്ഞു, ഇഞ്ചി പറയും, എനിക്കെന്താ പറയുള്ളത് പറയും. പിന്നെ ഇത് എനിക്ക് കടലിലേക്ക് പോകുമ്പോൾ ഇടാനുള്ളതാണ് അത്ര കേട്ടോ. കടലിലേക്ക് പോകുമ്പോൾ വേറെ ഒന്നും കൂടി ഉണ്ട്. കടലിലേക്കൊക്കെ പോകുമ്പോൾ അത്ര ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒന്നും കൂടി വാങ്ങിക്കണം കേട്ടോ. 150 രൂപ. വാങ്ങിക്കുന്നത് ഒന്നിന് 150 രൂപയാണ് റേറ്റ് വന്നത്. ഇടണ്ട, അങ്ങനെ വാങ്ങിച്ചെടുത്താൽ മതി. ഇത് നല്ല ഇത് കാണിക്കട്ടെ കട. ഇത് കാറും പിന്നെ എന്താ തെങ്ങാണ്. തെങ്ങും പിന്നെ ചെമ്പരത്തി ആക്കുമ്പോഴായിട്ടുള്ളൊരു പ്രിൻ്റ്. ഇതിന്മേ കടലാണ് കേട്ടോ. കടലും പിന്നെ ഒരു ഗൊറില്ലേ അല്ലേ കണ്ടോ, കടലും ഗൊറില്ലൊക്കെ കൂടിയിട്ടുള്ളൊരു പ്രിൻ്റ്. നല്ല കുഴപ്പമില്ല, സോഫ്റ്റ് തുണിയാണ്. 150 രൂപ കേട്ടോ. ഇനി എന്താ പറയാനേ പറ. അപ്പോൾ തിരൂർ പോയാൽ ഇത് വാങ്ങാൻ കിട്ടും. ഞങ്ങളിന്ന് വെള്ളിയാഴ്ച ചന്ത ചെയ്യുന്നില്ല, അപ്പോൾ അവിടെ നിന്ന് വാങ്ങി പോരെ. ശരി, ഓക്കെ ഓക്കെ. സോറി, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ പതിപോലെ ഞാൻ ഷോപ്പിലാണ്. ബ്ലൗസ് ഉണ്ടായിരുന്നു കേട്ടോ തയ്ക്കാൻ. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേ ഇവിടെ തയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്, കല്ലുള്ള കാരണം. അപ്പോൾ ഞാനത് വിചാരിച്ച് ഗമ്മിച്ച് ഒട്ടിക്കാന്ന്. അപ്പോൾ പിന്നെ ഇത് കല്യാണ വർക്കാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഞാൻ മുന്നൊരു കല്യാണ വർക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല. കല്യാണ വർക്കിന് ഒരു ബ്ലൗസ് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെ തയ്ച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ സാരി കാണിച്ചു തരാം. അപ്പോൾ അതാ കല്യാണ വർക്കിലിങ്ങനെ തയ്ക്കാൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് എനിക്ക് തയ്ച്ച് കൊടുക്കാൻ പറ്റാത്ത കാരണം ഞാനിങ്ങനെ വയ്ക്കണതിനനുസരിച്ച് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളോട് പെരുന്നാൾ വർക്കും കംപ്ലീറ്റ് ആക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. നല്ല അടിപൊളിയല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. പിന്നെ നെക്സ്റ്റ് സാരി നല്ലതാണ്, നല്ല അടിപൊളി
നല്ല ബീഡ്സ് വർക്ക്, നല്ല അടിപൊളി വർക്കാണ് അത് ഉണ്ട്. അപ്പോൾ ആ വർക്ക് എനിക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അവിടെ ഗമ്മ് ചെയ്യണം. പിന്നെ നമ്മുടെ പെരുന്നാൾ നോമ്പ് അവസാന ഘട്ടത്തിൽ കായ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേനും ഇത് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് കുറ്റിപ്പുറം പോവാണ്ട്, കുറ്റിപ്പുറം പോവാണ്ട് കേട്ടോ. ഇപ്പോൾ തിരൂർ പോയിട്ട് ഷോപ്പിങ്ങൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഇന്ന് കുറ്റിപ്പുറം പോകണം. അസ്മക്കുട്ടനിക്ക് പെരുന്നാൾക്ക് ഇടാൻ പറ്റിയതൊന്നും തിരൂരിൽ നിന്ന് വാങ്ങിയില്ല. അപ്പം ഞാൻ ഇന്ന് കുറ്റിപ്പുറം പോയിട്ട് വേണം വാങ്ങാൻ. പിന്നെ എനിക്ക് ഷർട്ടിന് ബട്ടൺസ് വെക്കാനുണ്ട്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ വേറെ അങ്ങനെ ചില്ലറ ഷോപ്പിംഗ് ഉണ്ട്. ഇതിലേക്ക് ഫുഡ് വാങ്ങാനുണ്ട്. അങ്ങനെ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറ്റിപ്പുറം പോകുമ്പോൾ കാണാം. അപ്പോൾ അതാ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അസ്മക്കുട്ടാ, ഇതെപ്പോഴാണ് നീറ്റ്? നിൽക്ക് പറയട്ടെ, ചോദിക്കട്ടെ, എപ്പോഴാണ് നീറ്റ്? എപ്പോഴാണ് നീറ്റ്? നമ്മൾ ബ്രഷിൻ്റെ കൂടെ വാങ്ങിയ വണ്ടിയാണ് കേട്ടത്. അപ്പോളേ ഇനി ഇന്നെന്താ പ്ലാന്? ഞാൻ എന്താ ഷോപ്പിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇനി ഫ്രഷ് ആയിട്ട് വേണം ഞങ്ങൾക്ക് കുറ്റിപ്പുറം പോവാൻ. കുറ്റിപ്പുറത്തേക്ക് എന്തിനാണ് പോകുന്നത്? ഇന്നലെ എന്തിനാണ് വരണേ? ഇനി എവിടുന്ന അപ്പോൾ ഡ്രസ്സ് കിട്ടുക? അതിൻ്റെ മുന്നേ ഒരു സംഭവം ആരാ തന്ന്? ഇത് എത്ര ഉറുപ്പ്യുണ്ട്? 100. ആ ഗുഡ് ബോയ്. ഇതേ നമ്മളെ അങ്കലവാടി ഇല്ലേ, അങ്കലവാടിൻ്റെ അവിടെ താത്താനെ അറിയാമോ? എന്താ പേര്? താത്താൻ്റെ പേരെന്താ? മുന്നാസിൻ്റെ? അതല്ല, അങ്കലവാടിൻ്റെ അവിടെ ഈ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഉസ്താദിൻ്റെ അവിടെ അമ്നത്താത്താൻ്റെ അമ്മച്ചി തന്നതാണ് എനിക്ക് ട്ടാ. അമ്നത്താത്താൻ്റെ അമ്മച്ചി അച്ചിമ്മിക്കുട്ടിക്ക് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് തന്നതാട്ടാ. താങ്ക് യു അല്ലേ? താങ്ക് യു. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യുക, എൻ്റെ പേഴ്സിൽ കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ 1 ഉറുപ്പ്യ കിട്ടിയാൽ പോലും പേഴ്സിൽ കൊണ്ടുവയ്ക്കണ ശീലമുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും മിഠായി വാങ്ങണതിന് ഒരു കുറവില്ല, അതിപ്പോഴും നടക്കുന്നുണ്ട് മിഠായി വാങ്ങൽ. എന്നാലും ഇതുപോലെ പൈസ കിട്ടി ഞാൻ എപ്പോൾ ബസ്സിലിപ്പോൾ ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ കുറ്റിപ്പുറം പോയപ്പോൾ, ഇന്നലെ മിനിയാണെന്ന് ഓർമ്മയില്ല, അപ്പോഴും അതിൻ്റെ ബാക്കി പൈസ തരുമ്പോൾ അപ്പോൾ അവൻ പറയും എനിക്ക് വേണം എൻ്റെ പേഴ്സിൽ വെക്കുന്നത് അങ്ങനെ. പക്ഷെ അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ പിന്നെ ഇന്ന് പോവാ മാറ്റാ ഞങ്ങൾക്ക് പോട്ടെ. പിന്നെ ഇവിടെ കറണ്ടില്ല, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കണ്ട, കറണ്ടും ഇല്ല, കടയിലും കറണ്ടില്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പരിപാടികളുണ്ട്. ഇവനെത്തി രാവിലെ പോയാൽ ശരിയാവില്ല വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇന്ന് 6 മണിക്ക് പോയിക്കണം. അപ്പോൾ അത്രയും നേരത്തെ പോകണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അവിടെ ആക്കിയത്. അപ്പോൾ പോട്ടെട്ടാ, ഫ്രഷ് ആവണം ആദ്യം. അപ്പോൾ ഇതാ ഗൈസ്, ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി പോവാൻ വേണ്ടി റെഡി ചെയ്യണം കേട്ടോ. ഇപ്പോൾ 10 മണി ആയിട്ടുള്ളൂ, 10:18 ബസ്. പിന്നെ കറണ്ട് ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. മെസ്സേജൊന്നും വരുന്ന കണ്ടില്ല കേട്ടോ. KSEB മെസ്സേജൊന്നും വന്നിട്ടില്ല കറണ്ട് പോകുന്നുള്ളതിൻ്റെ. പക്ഷെ ഇപ്പോൾ പോയിട്ട് ഏകദേശം ഇപ്പോൾ 1 മണിക്കൂറായി. അതായത് 9 മണിൻ്റെ മുന്നേ കറണ്ട് പോയിക്കണം കേട്ടോ. അപ്പോൾ 1 മണിക്കൂറായി കറണ്ട് പോയിട്ട്. ഇനി എപ്പോഴാണ് എത്തുക അറിയില്ല. പിന്നെ ഞങ്ങൾ കുറ്റിപ്പുറത്ത് പോകണോണ്ട് പോയിൻ്റെ ഉള്ളിൽ വന്നാൽ മതിയായിരുന്നു. അപ്പോൾ അതാ അസ്മിക്കുട്ടൻ്റെ ഔട്ട്ഫിറ്റ് ഇന്ന് ഇതാണ്. കാണിച്ചെടുത്താ നീക്കടാ, ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ ബ്ലാക്കും വൈറ്റും. അപ്പോൾ അതിന് മാച്ചായി വാച്ച് കാണിച്ചു കൊടുക്കടാ പിന്നെ ഇതാട്ടോ. അപ്പോൾ ഇതിന് മാച്ചായിട്ട് ഇന്ന് ഈ വാച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇത് എന്തിൻ്റെയാണ്? ബെൻറ്റൻ്റെ. അതേ കറണ്ട് വന്നു. ബെൻറ്റൻ്റെ വാച്ചാണ് കേട്ടോ. പിന്നെ ചില ദിവസം ബെൻറ്റൻ്റെ വാച്ച് ഇടും, അല്ലെങ്കിൽ ഇങ്ങനത്തെ വാച്ച് ഇടും കേട്ടോ. അതാ കറണ്ട് വന്നിട്ടുണ്ട്. പോരാ ഇന്ന് എന്തെടുക്കുക? അതെ, ഞങ്ങൾക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഫുഡ് വാങ്ങിയില്ല കേട്ടോ. വലിയക്കുള്ള ഫുഡ് വാങ്ങാൻ പറ്റില്ല, കാരണം JTSൻ്റെ അവിടെയാണ് നമ്മുടെ ബെഡ്സിൻ്റെ ഒക്കെ ഷോപ്പുള്ളത്. പക്ഷെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ടൗണിലേക്ക് കുറച്ച് നടക്കണ്ടേ. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ നേരെ ബട്ടൺസ്ക്കാണ് വന്നത്. അപ്പോൾ അസ്മിക്കുട്ടനക്ക് പരിപാടി കേട്ടോ. അതിൽ കൂടെ പോവുക, അപ്പുറത്ത് കൂടെ തിരിച്ച് വരിക, അങ്ങനെയൊക്കെയാണ് ഓൻ ചിലപ്പോൾ അങ്ങനെ ഒരു കളിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതേ അവൻ കളിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒരു സാധനമൊക്കെ എടുത്തു. അപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്നപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് കുറേ അയക്കണം കേട്ടോ. 1 വർഷമൊക്കെ ആയി തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഞങ്ങൾ ഡ്രസ്സൊന്നും ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. ഇത് കുട്ടികൾക്കുള്ള ഷോപ്പായതുകൊണ്ട്.
അപ്പോൾ ഞാൻ വെച്ച് അസ്മിക്കുട്ടനിക്ക് ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് വാങ്ങാൻ വിചാരിച്ച് നല്ല ക്വാളിറ്റി ഐറ്റംസൊക്കെ ഇവിടുന്ന് കിട്ടും ഇന്നത്തെ ഷോപ്പിൽ നിന്ന്. അപ്പോൾ ഞാൻ പോയിട്ടോ. പിന്നെ വലിയ തിരക്കൊന്നുമില്ല, ചെറിയൊരു ഷോപ്പാണ്. അപ്പോൾ അതാ ഹസ്മി ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കണുണ്ട് കേട്ടോ. ഇത് അവനക്ക് ഇഷ്ടമായി, പക്ഷെ അത് വലുതല്ലേ. പിന്നെ ഓനെന്നെ പറയും ഉമ്മച്ചി എനിക്കെന്തെടുക്കാത്തതെന്ന് വെച്ച് ഇങ്ങനെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ അവനക്ക് പറ്റിയതല്ലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ, പക്ഷേ കുട്ടിക്ക് പറഞ്ഞ് കേൾക്കണ്ടേ. അങ്ങനെ ഓനിതാ ഓരോന്നിങ്ങനെ വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അവനക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ സിൽസില എന്ന് പറഞ്ഞ കടയ്ക്ക് പോയി. ഞങ്ങൾ ടീച്ചേഴ്സിന് ഡ്രസ്സ് എടുത്തിരുന്ന കടയില്ലേ, അതാണ് കേട്ടോ. പിന്നെ ഇതാ ഈ കാക്കി ടീഷർട്ട് കണ്ടോ, അപ്പോൾ അതാണ് അസ്മിക്കുട്ടനിക്ക് പറ്റിയത്. പക്ഷെ എനിക്കത് പറ്റിയില്ല കേട്ടോ. എന്താണ് സാധാരണ മോഡലല്ലേ. അപ്പം എനിക്കിത് പറ്റിയിട്ടോ. ഇതിൻ്റെ ആ പീച്ച് കളർ അതെനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ അസ്മിക്ക് അത് പറ്റിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞേ അത് വേണമെങ്കിൽ എടുത്തു തരാം. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ തല്ലിട്ട് ലാസ്റ്റ് അതെല്ലാം എടുത്തു കേട്ടോ. ഇതിനൊക്കെ എടുത്ത് ഇനിയിപ്പോൾ എനിക്ക് എന്താ പറയുക ഉമ്മാക്ക് മാക്സി എടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സി സെൻറ്റർ ഉണ്ട് നമ്മളുടെ സിനിൻ്റെ ഒക്കെ അവിടെ. അപ്പോൾ അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ ഇനി ഇവിടുന്ന് മാക്സി എടുക്കണം. പിന്നെ അപ്പോൾ എനിക്ക് ബസ്സിൻ്റെ ടൈമിനനുസരിച്ച് വേണം കേട്ടോ ഇവിടുന്ന് ഷോപ്പിംഗ് ചെയ്യാൻ. അതിന് ഞാൻ ഇവിടുന്ന് മാക്സി എടുത്തിട്ട് വേണം പോകണമെങ്കിൽ. ഇവിടെ കുറച്ച് തിരക്കുണ്ട് കേട്ടോ, കാരണം മാക്സികളും നല്ല ഐറ്റംസൊക്കെ ഇവിടുന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്. പക്ഷെ ഞാൻ ചെന്ന പാട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ എന്താണ് കണ്ടോ, ഞാൻ വീട്ടിൽ പോയി അസ്മിക്കുട്ടനിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഓനെ അവിടെ ആക്കി ഉമ്മാൻ്റെ അടുത്താക്കി കണ്ട് ഞാൻ പോകുന്നു. കാരണം നമുക്കിനി എന്താ പറയുക ഓനെ ഉണ്ടാകുമ്പോൾ എനിക്ക് തയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അവനെ ശ്രദ്ധിക്കലും എല്ലാം കൂടി ആകുമ്പോൾ എൻ്റെ പണി നടക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു വീട്ടിലാക്കി കണ്ട് പോന്നു. പിന്നെ ഇപ്പോൾ ഇതാ നേരം 6:36 എന്താ നിർത്തി തുടങ്ങി വാങ്ങി കൊടുക്കാറായിക്കണ്. അപ്പം ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാ ചായ ഉണ്ട്. പിന്നെ ഇതാ വാങ്ങിട്ടോ നല്ല അടിപൊളി ക്രീം പെന്നാണ്. പിന്നെ ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഇങ്ങനത്തെ ബെന്നൊന്നും ഇറങ്ങാറുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത്ര ഇറങ്ങൽ നടത്തിയത് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങാറില്ലല്ലോ, ഇന്നലെ ഇപ്പോൾ വാങ്ങിയത്. പിന്നെ ഇന്നലെയൊക്കെ ഞാൻ ബിസ്ക്കറ്റാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ലിച്ചും വാങ്ങി. ഇന്നലെ ഞാൻ ലിച്ച കേട്ടോ വാങ്ങിയത്, അപ്പോൾ ഇന്നും വാങ്ങി. പിന്നെ എന്താണ് അപ്പം ഇതൊക്കെ നോമ്പറക്കട്ടെ വാങ്ങി കൊടുത്തിട്ടില്ല. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം. ഞാൻ 8 മണി തൊട്ട് ഞാൻ ഷോപ്പിൽ നിന്ന് പോകണമെങ്കിൽ. പോക്കിന് ഓരോന്നിങ്ങനെ ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മെഷീൻമേലുണ്ട് ഓൾട്ടർ ചെയ്യാനുള്ളത്. അപ്പോൾ അതങ്ങനെ ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറ്റുകയാണെങ്കിൽ ഈ ബ്ലൗസ് ഒന്ന് കട്ട് ചെയ്ത് തയ്ക്കണം, നേരെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എന്നാൽ എനിക്കത് നാളെ കൊടുക്കാമല്ലോ വെച്ചിട്ടാണ്. പിന്നെ 5-ാം തീയതി ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അതിനുള്ള ഓരോന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒക്കെ ബ്ലൗസുകളാണ് കേട്ടോ. ഈ ഏരിയയിൽ ഹിന്ദുസ് കൂടുതലായതുകൊണ്ട് ബ്ലൗസുകളാണ് അധികം തയ്ക്കാറുള്ളത്. അപ്പോൾ ഭാവക്കറിയിട്ട് കൊടുക്കേണ്ടത് തോന്നുന്നു. അപ്പോൾ ഓക്കെ ബൈ. അങ്ങനെ ഞങ്ങളുടെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അർഷനോട് വരാൻ പറഞ്ഞിട്ടാ. അപ്പോൾ അസ്മിക്കുട്ടനിക്ക് ഷർട്ടിലേക്ക് പാൻറ്റ്സ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് തൽക്കാലം ഇപ്പോൾ മുണ്ടെടുക്കാമെന്ന്. പള്ളിയിൽ പോകണമെങ്കിൽ മുണ്ടെടുത്തിട്ട് പോകാമല്ലോ. ഞാൻ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ പള്ളിക്ക് പോകാൻ അവനക്ക് ഞാൻ മുണ്ടാണ് എടുക്കാറ്. പിന്നെ പാൻറ്റ്സും എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് ടൈമില്ല കേട്ടോ. കാരണം ഞാൻ ഷോപ്പിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ നാളെയാണ് പെരുന്നാളെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അധികം കറങ്ങാനൊന്നും നേരേക്ക് ഇനി വർക്കുകൾ ചെയ്ത് തീർക്കാണ് കേട്ടോ. ഞാൻ ടൗണിൽ പോയി അങ്ങനെ നമ്മൾ തിരൂർ റോട്ടിലുള്ള കിഡ്സ് വേൾഡ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് അപ്പോൾ ഇത് വാങ്ങാൻ പോയത്. അസ്മിക്കുട്ടനിക്ക് ഇപ്പോൾ അവൻ്റെ പാകത്തിലൊത്തതും വേണം. പിന്നെ എനിക്ക് ബ്ലാക്ക് ലൈനുള്ള വെള്ള തുണി തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു കേട്ടോ. അർഷുവിന് ഈ കളറാണ് എടുത്തത്, അപ്പോൾ കുട്ടിക്ക് അത് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ തിരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. ലാസ്റ്റ് 2-3 കടയിൽ കയറി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ കടയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. പിന്നെ അവനക്ക് പാകത്തൊതും കിട്ടണ്ടേ. അങ്ങനെ വൈറ്റ് മുണ്ടൊക്കെ എടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ എനിക്ക് ഇനി പൈസ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഉണ്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.